ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം XC138455 എന്ന നമ്പർ ടിക്കറ്റിന് കോട്ടയത്ത് ഏജന്റ് സുധീക് എ വിറ്റ ടിക്കറ്റിനാണ് 20 കോടി രൂപ സമ്മാനമായി ലഭിച്ചത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. ക്രിസ്മസ് പുതുവത്സര ലോട്ടറികളുടെ റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ സംസ്ഥാനത്തുണ്ടായത്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ XC138455. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XC138455. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, അങ്ങനെ ആ ഭാഗ്യവാൻ കോട്ടയത്ത് നിന്ന് ടിക്കറ്റ് എടുത്തയാളാണ് എന്ന് തന്നെ ഉറപ്പിക്കാമല്ലേ? മാത്രമല്ല, ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? ഭാഗ്യശാലി ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അത് ആര് എന്നുള്ള കാര്യം ഇപ്പോൾ മാത്രം കണ്ടെത്തിയാൽ മതി. എവിടെ വിറ്റ ടിക്കറ്റ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. XC138455 എന്ന ടിക്കറ്റ് കോട്ടയം ജില്ലയിൽ വിൽപ്പന നടത്തിയ ടിക്കറ്റാണ്. വിറ്റത് സുധീക് കെ എന്ന് പറയപ്പെടുന്ന ഏജന്റാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കടയിൽ നിന്നാണ് ഇത് വിറ്റത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ന്യൂ ലക്കി സെന്റർ കാഞ്ഞിരപ്പള്ളി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ആരാണ് ആ ഭാഗ്യശാലി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി വരും. വലിയ സമ്മാനഘടനയായിരുന്നു. ഒന്നാം സമ്മാനം 20 കോടി, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം. ആ ടിക്കറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. അതാണ് ആ ഭാഗ്യ ടിക്കറ്റ്. ഭാഗ്യ പരീക്ഷകർ സ്വപ്നം കാണുന്ന ടിക്കറ്റ് നമ്പറാണത്. XC138455. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്കുള്ള അതിന്റെ സമ്മാന നമ്പറുകളും ഇതിനോടകം തന്നെ നറുക്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ് ഇതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി കേരളം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് മുൻവർഷങ്ങളിലൊക്കെ പോലെ ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ സസ്പെൻസുകൾ അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടക്കാലത്തൊരു ഓണം ബമ്പർ തെരഞ്ഞെടുപ്പ് മുതലാണ് ഭാഗ്യശാലിയെ പുറത്തു പറയാത്ത സാഹചര്യം ഉണ്ടായത്. ആരാണ് എന്ന് പുറത്തു പറയാത്ത സാഹചര്യം ഉണ്ടായത്. ടിക്കറ്റൊക്കെ ആയിട്ട് അവർ ബാങ്കിലേക്കൊക്കെ പോയി വളരെ രഹസ്യമായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒരിക്കൽ അങ്ങനെ ടിക്കറ്റ് പോയപ്പോൾ പോലും, ഒരു സീസൺ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയപ്പോൾ പോലും ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ക്രിസ്മസ് പുതുവത്സര ബമ്പർ അത് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ സാധ്യതകൾ പലതാണ്. പ്രത്യേകിച്ച് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികൾ കൂടുതലായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ആ രീതിയിലാണോ അതല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികൾക്ക് തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരാകാംക്ഷയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കുടനെ അറിയാം. നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം. ആ ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റ്, ആ ടിക്കറ്റ് നമ്പർ XC138455 ആണ്. അത് കോട്ടയം ജില്ലയിൽ വിൽപ്പന നടത്തിയ ടിക്കറ്റാണ്. സുധീക് കെ എന്ന് പറയപ്പെടുന്ന ഒരാളാണ് വിൽപ്പന നടത്തിയത്. ന്യൂ ലക്കി സെന്റർ കാഞ്ഞിരപ്പള്ളി, അതാണ് നിലവിൽ ഇപ്പോൾ വിൽപ്പന നടത്തിയ കട. ഇനി ആരാണത് വാങ്ങിയത്? ആ ടിക്കറ്റ് മറ്റേതെങ്കിലും ജില്ലയിലേക്കൊക്കെ പോയോ, അതല്ല സംസ്ഥാനം വിട്ടു തന്നെ പോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് പല വിധത്തിൽ ഉയരുന്നുണ്ട്. ആ ആകാംക്ഷയ്ക്കൊക്കെ കർട്ടൻ വീഴണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പ്രവിധ, ഇപ്പോൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് കോട്ടയത്താണ്. അത് പക്ഷെ ആരാണ് വാങ്ങിയത്, ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് കേരളം. മാത്രമല്ല 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമുണ്ട്. അതിന്റെ ആ സമ്മാനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്ത ആളുകൾ വലിയ ആകാംക്ഷയിലാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഷഫീദിനെയോട് തന്നെ ചോദിച്ചറിയാം. ഷഫീദ്, ഞാൻ മുൻപ് ചോദിച്ച ഒരു കാര്യമുണ്ട്. പൂർണ്ണമായും നറുക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട സമ്മാനങ്ങളെല്ലാം ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ XC138455 എന്ന ടിക്കറ്റിന് ഒന്നാം സമ്മാനം. ബാക്കി സമ്മാനങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? പ്രവിധ, എല്ലാ സമ്മാനങ്ങളുടെയും നറുക്കെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. പ്രധാന സമ്മാനങ്ങളുടെ രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ്. ആ 20 ഭാഗ്യ ടിക്കറ്റ് നമ്പർ ഏതൊക്കെയെന്നുള്ള കാര്യം അത് നമുക്ക് നമ്മളുടെ ടിക്കറിൽ കാണാൻ സാധിക്കും. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്കാണ്. നാലാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 20 പേർക്ക്. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 20 പേർക്ക്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ആറാം സമ്മാനം 5000 രൂപ, അങ്ങനെ തുടങ്ങി 10ാം സമ്മാനം 400 രൂപ വരെയാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറുമായി ബന്ധപ്പെട്ട സമ്മാന തുക. അതിന്റെ പ്രധാന സമ്മാന തുകകളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വെബ്സൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ആളുകൾക്ക് തിരയാം അവരുടെ പക്കലിരിക്കുന്ന ഭാഗ്യ നമ്പർ, അതിന് ഏതെങ്കിലും തരത്തിൽ ഭാഗ്യം പിന്തുണച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വലിയ സമ്മാനഘടനയായിരുന്നു. ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന നടന്ന ഒരു സീസൺ ടിക്കറ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ 47 ലക്ഷം ടിക്കറ്റ് ആയിരുന്നു വിറ്റതെങ്കിൽ ഇത്തവണ 55 ലക്ഷം ടിക്കറ്റുകൾ, അതായത് സർക്കാർ വകുപ്പ് പ്രിന്റ് ചെയ്തതിന്റെ 99% ടിക്കറ്റുകളും വിറ്റ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആകാംക്ഷ ഇത്രയധികം
കൂടിയത്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നു എല്ലാവരും ഒരേ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒന്നാം സമ്മാനം 20 കോടി രൂപ നേടിയ ആ ഭാഗ്യവാൻ ആര്, ഭാഗ്യശാലി ആര് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഒരു പക്ഷേ നമ്മൾ ആ ഏജന്റിനെ ടിക്കറ്റ് വിൽപ്പന നടത്തിയ കടയിലെത്തിയാൽ ഒരു പക്ഷേ അങ്ങനെ സൂചനകൾ കിട്ടും. അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. പ്രവിത, അതെ, കാഞ്ഞിരപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ്. ഇപ്പോൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 99% ടിക്കറ്റുകളും വിറ്റുപോവുക അതൊരു സാധാരണ കാര്യമല്ലല്ലോ ഷഫീദ്. പ്രവൃത്തി ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ 4 വർഷത്തെ നമ്മുടെ ഈ സീസൺ ടിക്കറ്റുകൾ, അതായത് വലിയ സമ്മാനഘടനയുള്ള സീസൺ ടിക്കറ്റുകളുടെ ഒരു രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ടിക്കറ്റ് വിൽപ്പന ഇങ്ങനെ സീരിയസ് ആയി കൂടിക്കൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓണം ബമ്പർ ആണെങ്കിലും വിഷു ബമ്പർ ആണെങ്കിലും ക്രിസ്മസ് പുതുവത്സര ബമ്പർ ആണെങ്കിലും ആ ടിക്കറ്റ് വിൽപ്പന ഓരോ വർഷം കഴിയുന്തോറും കൂടുന്നുണ്ട്. ഇത്തവണ പക്ഷേ ആ രീതിയിലല്ല, കുത്തനെ ഒരു ടിക്കറ്റ് വിൽപ്പനയാണ്, ടിക്കറ്റ് വിൽപ്പന വർധനമാണ് ഉണ്ടായത്. അതിൽ തന്നെ ആ പാറ്റേൺ, അതായത് ടിക്കറ്റ് വിൽപ്പനയുടെ പാറ്റേൺ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്നലെ വരെയുള്ള കണക്കാണ്. ഏതാണ്ട് 12,20,520 ടിക്കറ്റുകൾ പാലക്കാട് വിറ്റു. 2ാം സ്ഥാനത്ത് പതിവ് പോലെ തന്നെ തൃശ്ശൂരാണ്. 3ാം സ്ഥാനത്ത് തിരുവനന്തപുരവും. അതായത് ഈ തൊഴിലാളികൾ കൂടുതലൊക്കെയുള്ള സ്ഥലങ്ങൾ, ആ രീതിയിലാണ് ഈ സാധാരണഗതിയിൽ ടിക്കറ്റ് വിൽപ്പനയുടെ എണ്ണം വർദ്ധിക്കുന്നത്. പക്ഷേ ഇത്തവണ വകുപ്പിനെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ടിക്കറ്റ് വിൽപ്പന ക്രിസ്മസ് പുതുവത്സര ബമ്പർ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് ഇത്തരം സ്പെഷ്യൽ ടിക്കറ്റുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സീസൺ ടിക്കറ്റുകൾ എന്ന് പറയുന്നത്. ആ ടിക്കറ്റിൽ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സംബന്ധിച്ച വലിയ വർധനം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഭാഗ്യ നമ്പർ അത് അറിഞ്ഞിരിക്കുന്നു. ഇനി അത് ആരാണെന്നാണ് അറിയേണ്ടത്. XC135455 ഈ ടിക്കറ്റ് കയ്യിലുള്ളയാളാണ് ആ ഭാഗ്യവാൻ. ഒന്നാം സമ്മാനം 20 കോടി. അത് ആർക്കാണെന്നുള്ള ചോദ്യം, ആ ആകാംക്ഷ അതിങ്ങനെ ഉയരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.